ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ സ്നാക്സൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ചിങ്ങോട്ട് പിന്മാറിയ ബാക്കിയുള്ള ഡിഷസിലേക്കും കൂടെ പോയതാണ്. ഇന്നിപ്പോൾ ഞാനൊരു 4 മണി പലഹാരം അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റുന്ന ഒരു ബനാന ഈ നമുക്ക് ഏത്തപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. നമുക്ക് ബനാന ബ്രെഡ് സാൻഡ്വിച്ച് എന്നോ അല്ലെങ്കിൽ ബനാനയും ബ്രെഡും കൂടെ വെച്ചിട്ട് പപ്സ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് പറയാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അത് നമുക്ക് ഒരു ബ്രെഡിനകത്ത് വെക്കേണ്ട രീതിക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് ഒരു ഏത്തപ്പഴത്തിന് നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഏത്തപ്പഴവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഏത്തപ്പഴം എല്ലാം ഞാൻ 3 എടുത്തതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു തവ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഏത്തപ്പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിലൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നമുക്ക് 2 സൈഡും നന്നായിട്ട് ഇതുപോലെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് 2 വശവും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബാറ്റർ തയ്യാറാക്കണം. നമുക്ക് ഒരു ബ്രെഡിനകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്രെഡിൽ നമ്മൾ ഈ ഒരു മൈദയുടെ കോട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇവിടെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ലൂസ് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ ഏകദേശം ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വലിയ ലൂസല്ല, ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കണം. നമുക്കതൊന്ന് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. കാര്യം നമുക്ക് ഈ പരത്തിയെടുത്ത ഈ ഒരു ബ്രെഡിൽ വേണം നമുക്ക് പഴത്തിൻ്റെ ആ ഒരു പീസ് വെക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ പരത്തണം. നമുക്കെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡെല്ലാം ഞാൻ അതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഏത്തപ്പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നമ്മൾ പ്രസ് ചെയ്ത് പരത്തുമ്പം അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് ആ എൻഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മൈദയുടെ കോട്ടിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്ന് മുറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കുറഞ്ഞു കിട്ടും. ഇനി നമുക്കിത് ഈ പഴം തന്നെ മൂപ്പിച്ചിരിക്കുന്ന ഈ തവയിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് ഇതിനിപ്പം ഒന്ന് വെന്ത് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിത് വാങ്ങാം. ഇപ്പം ഞാനിവിടെ ഒരെണ്ണം തിരിച്ചിട്ടിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഇട്ടതാണ്. നമുക്കതുപോലെ ബാക്കിയുള്ളത് കൂടി തിരിച്ചിടാം. അപ്പോൾ ഇതിൻ്റെതും 2 സൈഡും നമുക്കിതുപോലെ നമ്മൾ പഴം തന്നെ എടുത്ത് വേവിച്ചതുപോലെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതുപോലെ ഇതുകൂടി നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ്. ബാക്കി ഉള്ള ഇതും കൂടി ഒന്ന് അടുത്ത സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി കൂടുതൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ടൈമിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. കൂടുതൽ ഓയിലായിട്ട് വരുന്നൊന്നുമല്ല. ഓയിൽ അത് നമ്മൾ ആദ്യം ആ
പഴം മൂപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത ഓയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് തികച്ചും നമുക്ക് ഹെൽത്തിനും ബെറ്റർ ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടി ആവട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുട്ടികൾക്കായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്ത് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പഞ്ചസാര സിറപ്പ്, നമ്മൾ ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മുടെ ഈ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാം ഉണ്ടല്ലോ, ജാം ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം, അപ്പോൾ ചൂടാക്കുമ്പോഴത്തേനും അതൊന്ന് ലൂസാവും, അതൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രെഡ് റോള്, ബനാന ബ്രെഡ് റോള് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. അപ്പോൾ ആ പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റും അതിനകത്ത് നമ്മളിപ്പം ചേർത്തിരിക്കുന്ന ബാറ്ററിനകത്താണെങ്കിലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെയൊക്കെ ആ ഒരു നല്ല നിങ്ങൾ നാടൻ ഏത്തപ്പഴം തിരഞ്ഞെടുക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.